നിങ്ങൾ ദിവസവും രാവിലെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൂത്രത്തിന്റെ നിറത്തിലും പതയിലും ഉണ്ടാകുന്ന ചില ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശക്തി പമ്പിംഗ് കുറയുന്നതിന്റെ തുടക്കമാകുന്നതിന്റെ ലക്ഷണമാണോ എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നമ്മൾ സാധാരണഗതിയിൽ തള്ളിക്കളയുന്ന മൂത്രത്തിലെ 3 മാറ്റങ്ങൾ അത് ഹൃദയത്തിന്റെ ഉള്ളിലെ അറകളിലെ പ്രഷറിനെ കുറിച്ച് എന്തെങ്കിലും മുന്നറിയിപ്പുകളാണോ നമുക്ക് തരുന്നത്? ശരീരം കാണിക്കുന്ന ഈ 3 പ്രധാനപ്പെട്ട സൈലന്റ് ആയിട്ടുള്ള സിഗ്നലുകൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണെങ്കിൽ നമ്മൾ വലിയൊരു കാർഡിയാക് എമർജൻസിയിലേക്ക് ചിലപ്പോൾ എത്തിപ്പെട്ടേക്കാം. ഭൂരിപക്ഷം ആളുകൾ വിചാരിക്കുന്നത് മൂത്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നുകിൽ ഒരു മൂത്രപ്പഴുപ്പിന്റെ അല്ലെങ്കിൽ കിഡ്നിയുടെ മാത്രം അസുഖം ആണെന്നാണ്. എന്നാൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ വൃക്കകൾ കൃത്യമായിട്ട് മൂത്രം ഉൽപ്പാദിപ്പിക്കണം ഹൃദയത്തിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള രക്തപ്രവാഹം അഥവാ കാർഡിയാക് ഔട്ട്പുട്ട് അത്യാവശ്യമാണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ 20% നേരിട്ട് കിഡ്നിയിലേക്ക് പോകുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനം കുറയുമ്പോൾ അഥവാ പമ്പിംഗ് ശക്തി കുറയുമ്പോൾ കിഡ്നിയിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു. ഇതുവഴി മൂത്രത്തിന്റെ അളവിലും സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾ ചെയ്യേണ്ടത് മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ നിറം, അത് പതഞ്ഞു പോകുന്ന സ്വഭാവം, രാത്രിയിൽ എത്ര തവണ ഒഴിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിംഗ് ശക്തി കുറയുമ്പോൾ ശരീരം വിചാരിക്കുന്നത് BP കുറഞ്ഞു പോയി എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരത്തിൽ റാസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ വ്യവസ്ഥ ഉണർത്തപ്പെടുകയാണ്. ഇത് വൃക്കകളെ കൊണ്ട് കൂടിയ അളവിൽ ഉപ്പും വെള്ളവും ശരീരത്തിൽ കെട്ടി നിർത്താൻ പ്രേരിപ്പിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് മൂത്രം അപകടകരമായ രീതിയിലേക്ക് മാറുന്നത്. നമ്മുടെ ഹൃദയം അപകടത്തിലേക്ക് പോവുകയാണെന്ന് മൂത്രത്തിലൂടെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാമത്തെ മാറ്റം വിട്ടുമാറാത്ത രീതിയിൽ മൂത്രത്തിൽ നല്ല കൂടിയ പതയും അതിന്റെ ഭാഗമായിട്ട് ഒരു വെളുത്ത നിറവും കാണപ്പെടുക എന്നുള്ളതാണ്. നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ സോപ്പിന്റെ പത പോലെ കൂടിയ രൂപത്തിൽ പതഞ്ഞു പൊങ്ങുകയും ഫ്ലഷ് ചെയ്താലും ആ പത പൂർണ്ണമായിട്ട് പോകാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മൂത്രത്തിലൂടെ കൂടിയ അളവിൽ പ്രോട്ടീൻ അഥവാ ആൽബുമിൻ ഒലിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഹാർട്ടിന്റെ പമ്പിംഗ് ഒക്കെ കുറയുമ്പോൾ രക്തധമനികളുടെ സമ്മർദ്ദം കൂടുന്നു. ഇത് കിഡ്നിയിലെ ഫിൽറ്ററുകളെ നശിപ്പിച്ച് പ്രോട്ടീന് മൂത്രത്തിലൂടെ ലീക്ക് ഉണ്ടാക്കുകയും ചെയ്യാണ്. ഇത് ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നതിന്റെ കൃത്യമായ തെളിവാണ്. രണ്ടാമത്തെ കാര്യം, ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ മൂത്രത്തിന്റെ നിറം ഒരു കടുത്ത മഞ്ഞൊക്കെ ആണെങ്കിൽ അത് ഹൃദയത്തിന്റെ പമ്പിംഗ് കുറഞ്ഞതിന്റെ മറ്റൊരു ലക്ഷണമാവാം. ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ കിഡ്നിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടൂല. ശരീരം ഉള്ളിലുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്നുണ്ട്. മൂത്രം നല്ല കട്ടിയുള്ളതും സാന്ദ്രത കൂടിയതായിട്ട് മാറുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മൂത്രം കടുത്ത നിറത്തിലാവുന്നത്. മൂന്നാമത്തെ കാര്യം, പകൽ സമയത്ത് നിങ്ങൾ കുറഞ്ഞ തവണ മാത്രമേ മൂത്രമൊഴിക്കുന്നുള്ളൂ. പക്ഷേ രാത്രി കിടക്കാൻ നേരം കിടന്നതിന് ശേഷം ഒരുപാട് തവണ എഴുന്നേറ്റ് മൂത്രമൊഴിക്കേണ്ടി വരുന്ന നൊക്ടൂറിയ എന്ന അവസ്ഥ, ഇത് ഹൃദയത്തിന്റെ തകരാറിന്റെ ലക്ഷണമാണ്. പകൽ നമ്മൾ നടക്കുമ്പോൾ ഗുരുത്വാകർഷണമൊക്കെ കാരണം വെള്ളം കാലുകളിൽ കെട്ടിക്കിടക്കും. എന്നാൽ രാത്രി നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ ഈ വെള്ളം മുഴുവൻ തിരിച്ച് രക്തത്തിലേക്ക് എത്തുന്നു. അങ്ങനെ വൃക്കകൾക്ക് അമിതമായ ജോലി കൊടുത്ത് രാത്രിയിൽ കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് BPO പ്രമേഹമൊക്കെ ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറിൻ ACR എന്ന് പറയുന്ന ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യാം. ഇത് മൂത്രത്തിലെ പ്രോട്ടീൻ ചോർച്ച തുടക്കത്തിലേ കണ്ടെത്താൻ സഹായിക്കും. രണ്ടാമത്തത്, നിങ്ങളുടെ കാലുകളിൽ നീരുണ്ടാവുകയും രാത്രി മൂത്രമൊഴിക്കൽ കൂടുകയും ചെയ്താൽ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ചില മരുന്നുകൾ കഴിക്കേണ്ടി വരും. ഇതിന്റെ ഭാഗമായിട്ട് ചില ടെസ്റ്റുകൾ ചെയ്യണം. കൃത്യമായിട്ട് അതിന്റെ ഒരു കാരണം കണ്ടെത്തണം. മൂന്നാമതായിട്ട്, മൂത്രത്തിൽ പതയും കാലിൽ നീരും കാണുമ്പോൾ അത് ഹൃദയം കാരണമാണോ എന്ന് ഉറപ്പിക്കാൻ NT-proBNP എന്നൊരു ചെറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഹൃദയത്തിന്റെ ഉള്ളിലെ അറയിലെ ഭിത്തികളിൽ അമിതമായിട്ട് പ്രഷർ വരുമ്പോൾ ഈ ഹോർമോൺ രക്തത്തിൽ കൂടുകയാണ്. നാലാമത്തെ കാര്യം, മൂത്രത്തിൽ പതയൊക്കെ കാണുമ്പോൾ അത് സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. അത് ചിലപ്പോൾ മൂത്രപ്പഴുപ്പ് കൊണ്ട് ആവണമെന്നില്ല. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറെ കാണിക്കാം.